കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശിംശോന്റെ ഉദാഹരണം വീണ്ടും പരിശോധിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കൂടി വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. അവൻ ആ ഉറക്കത്തിലേക്ക് പോയത് കാണുവാനുള്ള അവൻ്റെ കഴിവ് നഷ്ടപ്പെടുവാൻ ഇടയാക്കി. ഫെലിസ്ത്യർ അവനെ പിടികൂടി പരാജയപ്പെടുത്തി അടിമയാക്കിയത് മാത്രമല്ല, അവൻ്റെ കണ്ണുകളും എടുത്തു കളഞ്ഞു. ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം തുടർന്ന് വായിക്കുന്നു. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ തികച്ചും വേദനാജനകമാണ്. അനന്തരം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ച് കൂടി. ന്യായാധിപന്മാരുടെ പുസ്തകം 16-23. സഭയുടെ ആത്മീയ ഉറക്കവും അലസതയും സഭയെ ചൊല്ലി ശത്രു സന്തോഷിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്ന് ഇത് വ്യക്തമാക്കുന്നു. അത് സഭയെ ഒരു അടിമത്തത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിൻ്റെ ഉദ്ദേശം കാണാനും അറിയുവാനുമുള്ള കഴിവ് പോലും നഷ്ടപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് അത് അവളെ കൊണ്ടുവരും. ശിംശോൻ ബന്ധിതനായപ്പോൾ ശത്രുക്കളിടയിലെ വിജയാഘോഷം നാം മേലുദ്ധരിച്ച വാക്യത്തിൽ കാണുന്നു. സഭ ഉറക്കത്തിലാകുമ്പോൾ ശത്രു സന്തോഷിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആത്മീയ അലസതയും ഉറക്കവും അവളെ അടിമത്തത്തിലേക്ക് തന്നെ കൊണ്ടുവരും. പുരുഷാരാവിനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മിൽ അനേകരെ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനെ പുകഴ്ത്തി എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 24-ൽ കാണുന്നു. സഭയുടെ ആത്മീയ ഉറക്കവും അലസതയും ശത്രു സന്തോഷിക്കുന്ന കാര്യമായി പരിണമിക്കും എന്ന് ഇത് വ്യക്തമാക്കുന്നു. സഭ ഒരു അടിമത്തത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നതും ദൈവിക ഉദ്ദേശം കാണുവാനും അറിയുവാനുമുള്ള കഴിവ് പോലും നഷ്ടമാക്കുന്നതും ശത്രുക്കളിടയിൽ വിജയാഘോഷത്തിന് കാരണമാകുന്നു. സഭ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ശത്രു അതിൽ സന്തോഷിക്കും. എന്തുകൊണ്ടെന്നാൽ ആത്മീയ ഉറക്കവും അലസതയും അവളെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരും. പുരുഷാരവനെ കണ്ടപ്പോൾ അവരുടെ ദേവനെ പുകഴ്ത്തി എന്ന് മേലുദ്ധരിച്ച വാക്യത്തിൽ നാം കാണുന്നു. നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മിൽ അനേകരെ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആഹ്ലാദിച്ചു. എന്തൊരു ദുരന്തമാണിത്! സഭ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ ശത്രു സന്തോഷിക്കും. അതിനുശേഷം സംഭവിച്ച കരളിൽ അലിയിക്കുന്ന കാര്യം നാം 25-ാം വാക്യത്തിൽ കാണുന്നു. അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ശിംശോനെ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞ് ശിംശോനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി. അവൻ അവരുടെ മുമ്പിൽ കളിച്ചു. തൂണുകളിടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത്. അങ്ങനെ അവർ മറ്റുള്ളവർക്ക് ഒരു നേരം പോക്കായി മാറി. ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തന്നെ കഴിയുമോ? ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച ഒരു മനുഷ്യനെ അവർ ഒരു നേരം പോക്കാക്കി മാറ്റി. അവൻ അവർക്ക് ചിരിയുടെയും മനോരഞ്ജനത്തിൻ്റെയും വിഷയമായി മാറി. അവർ മനോരഞ്ജനം ആഗ്രഹിക്കുമ്പോഴെല്ലാം ശിംശോനെ വിളിപ്പിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സഭാ മണ്ഡലത്തിലും നാം കാണുന്നത് ഇത് തന്നെയാണ്. ഇന്ന് ലോകത്തിനൊരു വിനോദമായി സഭ മാറിയിരിക്കുന്നു. അതിനെ കാണുവാൻ ദൈവാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങളെ നാം നിസ്സാരമായി കാണരുത്. ക്രിസ്തുവിലുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ജീവിതത്തെ നമുക്ക് ഗൗരവത്തോടെ കാണാം. തുടർന്ന് 28-ാം വാക്യത്തിൽ അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു. കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനു വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 28-ാം വാക്യത്തിൽ അത് കാണുന്നു. ശിംശോൻ തൻ്റെ ആത്മീയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, ദൈവമേ, നീ ഒരിക്കൽ മാത്രം എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ 2 കണ്ണുകൾക്ക് വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യുവാൻ എന്നെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. തുടർന്ന് നാം ഇങ്ങനെ വായിക്കുന്നു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും ഒന്ന് വലം കൈ കൊണ്ടും മറ്റേത് ഇടം കൈ കൊണ്ടും ശിംശോൻ പിടിച്ചു അവയോട് ചാരി. ഞാൻ ഫെലിസ്ത്യരോട് മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു. ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്മേലും വീണു. അങ്ങനെ അവർ മരണസമയത്ത് കൊന്നവൻ
ജീവകാലത്ത് കൊന്നവരേക്കാൾ അധികമായിരുന്നു. ന്യായാധിപന്മാർ 16-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ നാം കാണുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പശ്ചാത്താപത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം അവൻ്റെ അപേക്ഷ കേട്ടു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമുക്ക് ഈ മുന്നറിയിപ്പ് സ്വീകരിക്കാം. ആത്മീയ ഉറക്കത്തിലും ആലസ്യത്തിലും വീഴുന്നത് നമ്മെ അടിമത്തത്തിലേക്കും അന്ധതയിലേക്കും വലിയ ആത്മീയ നഷ്ടത്തിലേക്കും കൊണ്ടുവരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം.